വയനാട് മീനങ്ങാടി സിസിയിൽ ഇറങ്ങിയത് ഒരേ കടുവയെന്ന് വനംവകുപ്പ്. കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചാണ് വനംവകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വയനാട് സൗത്ത് 09 എന്ന ആൺകടുവയാണിത്. അരിവയലിൽ ഇറങ്ങിയതും ഈ കടുവ തന്നെയാണ്. കടുവയ്ക്കായി രണ്ടിടങ്ങളിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ വീട്ടിൽ എത്തിയ കടുവ വീടിന്റെ പിറകിലുള്ള തൊഴുത്തിൽ നിന്ന് പശുക്കിടാവിനെ കടിച്ച് കൊന്ന ശേഷം പോയത്. ഇതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് ഞായറാഴ്ചയും ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിലും മേഖലയിലെ CCTVയിലും ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിരുന്നു. ഇതിലെല്ലാം തന്നെ ഉള്ളത് വയനാട് സൗത്ത് 09 എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ആ കടുവ തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങുന്നത് എന്നുള്ള സ്ഥിരീകരണമാണ് വനംവകുപ്പിന് ലഭിച്ചത്. ഒരുപക്ഷെ ഇത് കോൺഫ്ലിക്റ്റ് ആനിമലിന്റെ പട്ടികയിൽ പെടുന്നതാകാം എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം കൂടി വനംവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതിനെ പിടികൂടാൻ വേണ്ടി കൂട് സ്ഥാപിച്ചത്. പക്ഷേ ഈ കൂട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കടുവ കുടുങ്ങിയില്ല. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. വർഗീസ് എന്ന് പറയുന്ന താഴെ അരിവയൽ എന്ന് പറയുന്ന പ്രദേശത്ത്, CCക്ക് അടുത്തുള്ള പ്രദേശമാണിത്. മീനങ്ങാടി പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തെ വർഗീസിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 8:30യോടുകൂടി എത്തിയ കടുവ ആടിനെ കടിച്ച് കൊല്ലുകയായിരുന്നു. ഗർഭിണിയായ ആടാണ്. ഇതിന്റെ ഒരു ആട്ടിൻകുട്ടി പുറത്തേക്ക് ഇറങ്ങി വലിയ ശബ്ദം ഉണ്ടാവുകയും പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. ഇതിനെ പിന്തുടർന്ന് ശേഷം വീട്ടുകാർ പോയി ഈ ആടിനെ പിടിച്ച് തിരിച്ച് ആട്ടിൻകൂട്ടിലാക്കാൻ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ജഡം കണ്ടെത്തുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ കടുവയുടെ പഗ് മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അത് ഒരേ കടുവ, അതായത് ഈ വയനാട് സൗത്ത് 09 എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ആ കടുവ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. നേരത്തെ ഈ പ്രജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശം. പ്രത്യേകിച്ച് ഈ മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം, അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ അരിവയൽ, താഴെ അരിവയൽ എന്ന് പറയുന്ന മീനങ്ങാടി പഞ്ചായത്തിലെ പ്രദേശം. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വനംവകുപ്പ് ഇവിടെയും ഇന്നലെ രാത്രി തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലും രാപ്പകൽ ഭേദമില്ലാതെ അവർ പല മേഖലയിലും റോന്തു ചുറ്റുന്നുണ്ട്. തോട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഒരുപക്ഷെ ഈ കടുവ കൊന്നിട്ട് പോയ സ്ഥലത്ത് തൊട്ടടുത്ത ദിവസം ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഇന്ന് കടുവ എത്തുമെന്നും കൂട്ടിൽ പിടിയിലാകും എന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ഇതേ പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർക്കുമുള്ളത്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വാഗേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.